നമസ്കാരം. പൈസ്റ്റൻ ഐറ്റിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ റിവിഷൻ ക്വസ്റ്റ്യനുകളിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത് ഓസിലേറ്റർ ചാപ്റ്ററിൻ്റെ കുറേ ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ തന്നെ വരുന്ന ആംപ്ലിഫയേഴ്സ് അതിൻ്റെ കുറേ ക്വസ്റ്റ്യനുകൾ നമുക്ക് നോക്കാം. അപ്പം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ പഴയ ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് കാണണം എന്നുള്ളത് എല്ലാവരും കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. എന്നാലേ നമുക്ക് ഈ ക്വസ്റ്റ്യനുകൾ കൊണ്ടൊക്കെ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പം when a negative voltage feedback is applied to an amplifier, its voltage gain dash. അതായത് ഒരു ആംപ്ലിഫയറിലേക്ക് ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ് ഫീഡ്ബാക്ക് വഴി നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞേക്കുന്നത് ഈസ് ഇൻക്രീസ്ഡ്, അതായത് വോൾട്ടേജ് ഗെയിൻ കൂടും. സെക്കൻഡ് ഓപ്ഷൻ ഈസ് റെഡ്യൂസ്ഡ്, വോൾട്ടേജ് ഗെയിൻ കുറയപ്പെടാം. മൂന്നാമത്തെ ഓപ്ഷൻ റിമെയിൻസ് ദ സെയിം, ഒരേപോലെ നിലകൊള്ളും. നാലാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദി എബോവ്, ഈ മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ശരിക്കും ആൻസർ എന്താ? ഈസ് റെഡ്യൂസ്ഡ്, കുറയാം. അതായത് എങ്ങനെയാകുമ്പോൾ when a negative voltage feedback is applied to an amplifier, its voltage gain dash. അതായത് ഒരു ആംപ്ലിഫയറിൻ്റെ ഫീഡ്ബാക്കിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണെങ്കിൽ, ഫീഡ്ബാക്കിംഗ് വഴി നമ്മളൊരു നെഗറ്റീവ് വോൾട്ടേജ് ആണ് ഒരു ആംപ്ലിഫയറിൽ ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ കുറയും. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, the value of negative feedback fraction is always dash. അതായത് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഫ്രാക്ഷൻ, അതിൻ്റെ വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കും? ലെസ് ദാൻ 1, മോർ ദാൻ 1, ഈക്വൽ ടു 1, നൺ ഓഫ് ദി എബോവ്. ശരിക്കും ആൻസർ ഏതാണ്? ലെസ് ദാൻ 1. എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒന്നിനേക്കാളും കുറവായിരിക്കണം. എന്ത്? അതായത് വാല്യൂ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ, നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഫ്രാക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിനേക്കാളും കുറവായിരിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ആംപ്ലിഫയർ ഈസ് 10 വോൾട്ട് ആൻഡ് 100 millivolt ഫ്രം ദ ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട്, ദെൻ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഈസ് ഡാഷ്. ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 10 വോൾട്ടും 1000 മില്ലിവോൾട്ടും ആണെങ്കിൽ ഔട്ട്പുട്ട് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ എത്രമാത്രം ഫ്രാക്ഷൻ ഫീഡ്ബാക്ക് ചെയ്യും എന്നുള്ളതാണ്. എൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. അതായത് 1. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എത്രയായിരിക്കും? 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഈസ് 100 dB. അതായത് ഫീഡ്ബാക്ക് കൂടാതെ ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ 100 dB ആണെങ്കിൽ, ഇഫ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓഫ് 3 dB ഈസ് അപ്ലൈഡ്, അതായത് 3 dB ഉള്ളൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ അപ്ലൈ ചെയ്തു, ദ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ വിൽ ബിക്കം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗെയിൻ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അതായത് ക്വസ്റ്റ്യൻ എന്നൂടെ പറയാം. ഫീഡ്ബാക്ക് കൂടാതെ ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ 100 dB ആണ്. ഇനി നമ്മളൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് 3 dB അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എങ്ങനെയായിരിക്കാം? ഓപ്ഷനുകൾ: ഫസ്റ്റ് ഓപ്ഷൻ 5 dB, സെക്കൻഡ് ഓപ്ഷൻ 300 dB, തേർഡ് ഓപ്ഷൻ 103 dB, ഫോർത്ത് ഓപ്ഷൻ 97 dB. ആൻസർ എന്താണ്? ഫോർത്ത് ഓപ്ഷൻ 97 dB. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഓഫ് ആൻ ആംപ്ലിഫയർ ഈസ് 0.01, ദെൻ വോൾട്ടേജ് ഗെയിൻ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ്. അതായത് ഒരു ആംപ്ലിഫയറിൻ്റെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.01 ആണ് എങ്കിൽ, ദെൻ വോൾട്ടേജ് ഗെയിൻ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ്. അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് നൽകപ്പെടുമ്പോഴുള്ള വോൾട്ടേജ് ഗെയിൻ ഏകദേശം എത്രയായിരിക്കും? 500, 100, 1000, 5000. ആൻസർ എന്താണ്? ആൻസർ 2 ആണ്. അതായത് 100 ആയിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫീഡ്ബാക്ക് സർക്യൂട്ട് യൂഷ്വലി എംപ്ലോയീസ് ഡാഷ് നെറ്റ്വർക്ക്. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ, അതായത് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ ഏത് തരം നെറ്റ്വർക്കാണ് സ്വീകരിച്ചിരിക്കുന്നത്? അതായത് ഫസ്റ്റ് ഓപ്ഷൻ റെസിസ്റ്റീവ് നെറ്റ്വർക്ക്, സെക്കൻഡ് കപ്പാസിറ്റീവ്, തേർഡ് ഇൻഡക്റ്റീവ്, ഫോർത്ത് നൺ ഓഫ് ദി എബോവ്. ഏത് തരം നെറ്റ്വർക്ക് ആയിരിക്കും? റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആയിരിക്കും ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക് ഈസ് നോൺ ആസ് ഡാഷ് ഗെയിൻ. അതായത് ഫീഡ്ബാക്കോടുകൂടിയുള്ള ഒരു ആംപ്ലിഫയറിന് ഗെയിൻ ഉണ്ടെങ്കിൽ അത് ഏത് ഗെയിൻ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക? റെസൊണൻ്റ്, ഓപ്പൺ ലൂപ്പ്, ക്ലോസ്ഡ് ലൂപ്പ്, നൺ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ആയിരിക്കും. Question number 8. When voltage feedback is applied to an amplifier, its input impedance is dash. അതായത്
വോൾട്ടേജ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു ആംപ്ലിഫയറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കണം? ഈസ് ഡിക്രീസ്ഡ് കുറയാം, ഈസ് ഇൻക്രീസ്ഡ് കൂടാം, റിമൈൻസ് ദ സെയിം ഒരേപോലെ ആയിരിക്കാം, നൺ ഓഫ് ദി എബോവ് മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. ശരിക്കും വരുന്നത് എന്താണ്? ഈസ് ഇൻക്രീസ്ഡ് കൂടാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. When current feedback is applied to an amplifier, its input impedance is dash. മുമ്പേ കണ്ടത് വോൾട്ടേജ് ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരുന്നു? കൂടി. ഇനി കറണ്ട് ഫീഡ്ബാക്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കും? നേരെ റിവേഴ്സ് ആയിരിക്കും. ഇൻപുട്ട് ഇമ്പിഡൻസ് കുറയും. ഈസ് ഡിക്രീസ്ഡ്. ഓപ്ഷൻ 1 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് എംപ്ലോയിഡ് ഇൻ ഡാഷ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് എവിടെയാണ് കൊടുക്കുന്നത്? ഓസിലേറ്ററുകളിലാണോ, അതോ റെക്ടിഫയറുകളിലാണോ, ആംപ്ലിഫയറിലാണോ, അതോ ഈ മുകളിൽ പറഞ്ഞ ഒന്നിലുമല്ലേ? ആൻസർ ഏതാണ്? ആംപ്ലിഫയറുകളിലാണ് സാധാരണ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. മറിച്ച് ഓസിലേറ്ററിൽ ഏത് ഫീഡ്ബാക്ക് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ കണ്ടതാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. എമിറ്റർ ഫോളോവർ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. എമിറ്റർ ഫോളോവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറണ്ട് ഗെയിൻ, ഇമ്പിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട്, വോൾട്ടേജ് ഗെയിൻ, നൺ ഓഫ് ദി എബവ്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ആണ്. അതായത് ഇമ്പിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് എമിറ്റർ ഫോളോവർ സർക്യൂട്ട് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ എമിറ്റർ ഫോളോവർ ഈസ് ഡാഷ്. ഒരു എമിറ്റർ ഫോളോവറിൻ്റെ വോൾട്ടേജ് ഗെയിൻ എങ്ങനെയായിരിക്കാം? മച്ച് ലെസ് ദാൻ 1 ഒന്നിനേക്കാളും കുറവായിരിക്കുക, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ഒന്നിനോട് ഏകദേശം അടുത്തായിരിക്കുക, ഗ്രേറ്റർ ദാൻ 1 ഒന്നിനേക്കാളും വലുതായിരിക്കുക, നൺ ഓഫ് ദി എബോവ് മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. അപ്പോൾ ഒരു എമിറ്റർ ഫോളോവറിൻ്റെ വോൾട്ടേജ് ഗെയിൻ എങ്ങനെയായിരിക്കാം? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ഒന്നിനോട് ഏകദേശം അടുത്തായിരിക്കുക. അതാണ് അതിൻ്റെ ഒരു എമിറ്റർ ഫോളോവറിൻ്റെ വോൾട്ടേജ് ഗെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. When current feedback is applied to an amplifier, its output impedance is dash. അതായത് മുമ്പേ നമ്മൾ കണ്ടത് ഒരു ആംപ്ലിഫയറിൽ കറണ്ട് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഇൻപുട്ട് ഇമ്പിഡൻസ് എങ്ങനെയാണ് ഡിക്രീസ് ചെയ്യപ്പെടുമെന്നാണ് കണ്ടത്. ഇവിടെ കറണ്ട് ഫീഡ്ബാക്ക് നമ്മളൊരു ആംപ്ലിഫയർ കൊടുക്കുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കാം? ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കും? കൂടും. ഈസ് ഡിക്രീസ്ഡ്. എമിറ്റർ ഫോളോവർ ഈസ് എ ഡാഷ് സർക്യൂട്ട്. എമിറ്റർ ഫോളോവർ എന്ത് തരം സർക്യൂട്ടാണ്? വോൾട്ടേജ് ഫീഡ്ബാക്ക്, current feedback, both voltage and current feedback, none of the above. Emitter follower എന്ത് തരം സർക്യൂട്ടാണ്? കറണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ടാണ് ഒരു എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. ഇഫ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ഈസ് അപ്ലൈഡ് ടു ആൻ ആംപ്ലിഫയർ, ഇറ്റ്സ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഡാഷ്. മുമ്പേ കണ്ട കറണ്ട് ഫീഡ്ബാക്കിന് പകരം വോൾട്ടേജ് ഫീഡ്ബാക്കാണ് നമ്മളൊരു ആംപ്ലിഫയറിൽ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കണം? ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കണം? ഈസ് ഡിക്രീസ്ഡ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. വെൻ എ നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ഈസ് അപ്ലൈഡ് ടു ആൻ ആംപ്ലിഫയർ, ഇറ്റ്സ് ബാൻഡ് വിത്ത് ഡാഷ്. അതായത് ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ് നമ്മൾ ഒരു ആംപ്ലിഫയർ കൊടുക്കുന്നതെങ്കിൽ ബാൻഡ് വിത്ത് എങ്ങനെയായിരിക്കാം? ഈസ് ഇൻക്രീസ്ഡ്, ഈസ് ഡിക്രീസ്ഡ്, റിമൈൻസ് ദ സെയിം, ഇൻസഫിഷ്യൻറ്റ് ഡേറ്റ. ആൻസർ ഏതാണ്? ഈസ് ഇൻക്രീസ്ഡ്. അതായത് ഒരു ആംപ്ലിഫയറിലേക്ക് നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്കാണ് നമ്മൾ നൽകുന്നതെങ്കിൽ ബാൻഡ് വിത്ത് കൂടും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. ആൻ എമിറ്റർ ഫോളോവർ ഹാസ് ഡാഷ് ഇൻപുട്ട് ഇമ്പിഡൻസ്. ഒരു എമിറ്റർ ഫോളോവറിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കാം? 0 ആയിരിക്കാം, ലോ ആയിരിക്കാം, ഹൈ ആയിരിക്കാം, നൺ ഓഫ് ദി എബോവ്. അപ്പം ഒരു എമിറ്റർ ഫോളോവറിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കാം? ഓപ്ഷൻ 3. അതായത് ഇൻപുട്ട് ഇമ്പിഡൻസ് എപ്പോഴും ഹൈ ആയിരിക്കും. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഓഫ് ആൻ എമിറ്റർ ഫോളോവർ ഈസ്. എങ്കിൽ നമ്മളിപ്പം മുൻപ് കണ്ട ക്വസ്റ്റ്യൻ ഇൻപുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കും എന്നാണ്, ഹൈ ആണെന്ന് കണ്ടു. എങ്കിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കും ഒരു എമിറ്റർ ഫോളോവർ സർക്യൂട്ടിൻ്റെ? ഓപ്ഷൻ 1 ഹൈ, ഓപ്ഷൻ 2 വെരി ഹൈ, ഓപ്ഷൻ 3 ഓൾമോസ്റ്റ് 0, ഓപ്ഷൻ 4 ലോ. ആൻസർ ഏതാണ്? ലോ. അതായത് ഒരു എമിറ്റർ ഫോളോവറിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് വെരി ഹൈ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കും? വെരി ലോ ആയിരിക്കും. ഇത് ആംപ്ലിഫയർ സർക്യൂട്ടുകളിലെ ഏകദേശം കുറച്ച് ക്വസ്റ്റ്യനുകൾ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി ക്വസ്റ്റ്യനുകൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് കണ്ട ഈ ക്വസ്റ്റ്യനുകൾ മാക്സിമം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് കാണാം.